എന്തിനാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്കിടയിലേക്ക് ഒരാളുകൂടി വരാൻ പോവാ. സത്യം സത്യം. ഒരു കൊച്ചു തമ്പുരാട്ടിക്കുട്ടി, മുഖം ദേ ഇതുപോലെ ചന്ദ്രബിംബം കണക്കെ. എനിക്ക് ഒരു കൊച്ചു ബാലട്ടം മതി. ഈ മൂക്ക്, ഈ ചുണ്ട്, മീശ ഇത്രയും വേണ്ട. പിന്നെയും നുണക്കുഴി വേണം. ഈ കള്ളച്ചിരിയും. കുട്ടിക്കാലം മുതലേ മരുന്ന് കൊടുത്ത് പിടിച്ചു നിർത്തിയതാ. പിന്നീട് ഇപ്പോഴാ മഹാമാന്ത്രികം പഠിക്കാൻ പോയവൻ അധർമ്മം അഭ്യസിക്കുന്നു, ശാസിച്ചു. അതാവാം ഇപ്പൊ ഇവന് ഈ അസുഖം വരാൻ കാരണം. ഇനി ഇവനെ മന്ത്രം പഠിപ്പിക്കാനൊന്നും വിടണ്ട ഉണ്ണി. ഒരു വേളി കഴിപ്പിക്കുക, അതല്ലേ മൂസ് പറഞ്ഞത്? ആ, അത് തന്നെ ആവാം. അല്ല, അരുന്ധതി അല്ലേ? അരുന്ധതി തന്നെയാണ്. അതെ. ആ, നീ നിർത്ത്. എന്ത് ഭാവിച്ചാവും അവളിവിടെ വന്നത്? എന്ത് ഭാവിക്കാനാ ഉണ്ണി? നിർമ്മലെ വേളി കഴിച്ച പിന്നെ അരുന്ധതി എനിക്ക് മുഖം തരാറില്ല. വർഷം ഒന്ന് കഴിഞ്ഞു. ആ, വിനുമോനെ കാണാനായി വരാം. ബാലേന്ദ്ര, ഇത് നിന്റെ പഴയ അരുന്ധതിയല്ല. ഇത് നിന്നെ സ്നേഹിച്ച അരുന്ധതിയല്ല. അവളുടെ സ്നേഹം തിരിച്ചറിയാതെ മറ്റൊരു പെണ്ണിനെ താലി കെട്ടിയെന്ന് തന്നെ നശിപ്പിക്കാൻ മഹാമാന്ത്രികം പഠിച്ച പെണ്ണാ അവള്. ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കാം. എന്താ ഉണ്ണി ഇത്? ശരിയാ ബാലേന്ദ്ര, അനിയും കുട്ടി ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ഏട്ടാ, ഇറങ്ങി രക്ഷപ്പെട്. വാ.
സുധമോളെ, വായ്ക്കുരവ കേട്ട് ചന്ദനം മഞ്ഞളും തേച്ച് തീണ്ടാരി കുളിച്ച് തീരേണ്ട ദിവസം അന്ന്. പക്ഷെ എനിക്ക് ഇന്നും പോതിരത്തല്ല, പെണ്ണായിത്രേ. ശ്രീകരൻ എന്നെ വിളിക്കണേ, സൂക്ഷിക്കണെന്നാ പറയണേ. എന്തിനാ എന്നെ പെണ്ണാക്കി? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ ചിറ്റയോട്. എനിക്ക് മടുത്തു ചിറ്റേ. ഞാനും അങ്ങോട്ട് വന്നോട്ടെ. ഈയൊരു കുറവേ നാട്ടുകാർക്ക് എന്റെ കാര്യത്തില് ഉണ്ടായിരുന്നുള്ളൂ. ഒരു കറുത്ത മറുക്. ഇപ്പതേ ചിറ്റിയുടെ അതേ രൂപായി. വീട്ടുകാർക്ക് ഞാൻ പണ്ടേ ചതുർത്ഥിയാ. ഈ രൂപം കിട്ടിയപ്പോ നാട്ടുകാർക്കും എന്നെ പേടിയായി. എങ്ങനെയാ പേടിയാവാതിരിക്ക? രണ്ടുപേരെ കൊന്ന പെണ്ണല്ലേ ചിറ്റ. സ്നേഹിച്ചവനെ കിട്ടിയില്ലാന്ന് വെച്ച് പറമ്പിലെ പാലമരച്ചോട്ടില് കൊടി വെച്ച ശക്തിയെ പ്രാർത്ഥിക്കുക, രണ്ടാളെ കൊല്ലുക, ഒടുക്കം നാട്ടുകാരൊക്കെ കൂടി ആ ശക്തിയെ ബന്ധിച്ച് ഭഗവതിക്കാവിലെ തളച്ചപ്പോ കിണറ്റില് ചാടി ചാവുക. ഇത്രയും സ്നേഹമായിരുന്നോ ചിറ്റയ്ക്ക് അയാളോട്? എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ആരുമില്ലാത്തോണ്ടാവും എനിക്ക് സ്നേഹത്തിന്റെ വില അറിയാത്തത്. ആ നാളെ പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നുണ്ട്. കിണറ്റുവക്കത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ആഗ്രഹം നടത്തി തരണം എന്റെ ചിറ്റ. അനിത മുതലാളി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഏറ്റവും ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടിട്ട് പോയി കിടന്നു. തെക്കൂന്ന് അതെ, ഈ ഭഗവതി കാവിലേക്കുള്ള വഴി ഏതാ? എന്താച്ചോ ഉത്സവം കൂടാൻ വന്നാ? അല്ല, അതിനടുത്താണല്ലോ സൂര്യൻ കാട്ടുമന. ആരെ കത്തപ്പൻ? ആരോ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇങ്ങോട്ടോ? അനന്തന്റെ മുന്നിൽ സമയദോഷം കൊണ്ട് ആരാണാവോ? സ്വയംപ്രഭ, അവൾ എന്റെ പെണ്ണാണ്. സൂര്യൻകാട്ട് മനക്കൂറ്റു അനന്തം വരച്ച ലക്ഷ്മണ രേഖയുണ്ട്. അത് മറികടന്ന് ആരും ഇവിടെ ചെല്ലണ്ട, മനസ്സിലായോ? അത് അനന്തട്ട് ഒരു പള്ളിപ്പാതിരി ആയതുകൊണ്ടാ. പാതിരി പഠിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോകുമ്പോഴും എന്റെ പ്രഭയ്ക്ക് കാവലായി നീയടക്കം 5 നിഴല. 12 വർഷത്തെ അവളുടെ വ്രതം ഭഗവതിക്കാവൽ ഉത്സവത്തോടുകൂടി തീരും. നിന്റെ ആശ നടക്കട്ടെ. പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ചിറ്റയോട് എന്താ ആവശ്യപ്പെടാൻ പോണത്? അതൊക്കെ ഉണ്ട് ടീച്ചറെ. നീലാവുണ്ടെന്ന് വെച്ച് പാതിരാത്രി കിണറ്റുവക്കത്ത് ചെല്ലുമ്പോ നിന്നെ വല്ല കള്ളന്മാരും തട്ടിക്കൊണ്ടു പോയാലോ? എന്നാലും കുഴപ്പമില്ല. ദേ, കുസൃതി പറയാതെ പറയൂട്ടി. എന്താ ആവശ്യപ്പെടുക? തട്ടിക്കൊണ്ടു പോണേന്ന്. ഓ, അറിയണോ ടീച്ചർക്ക്? എത്രയാന്ന് വെച്ചാ ഒറ്റപ്പെട്ട് അമ്മയുടെയും നാട്ടുകാരുടെയും കണ്ണിലെ കരടായി ജീവിക്കുക. എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ ഈ സ്വയംപ്രഭ ടീച്ചർ. പിന്നെ എന്റെ ആഗ്രഹം നടത്തി തരണ ചിറ്റൻ. കാവിലെ ഭഗവതിയോട് കുറേ പ്രാർത്ഥിച്ചതാ, നടന്നില്ല. ഇനി ചിറ്റ മാത്രമേ ശരണുള്ളൂ, എന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ. വലിയ ഭംഗിയൊന്നും വേണ്ട, സ്നേഹിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ഉടുക്കാൻ ഉടുപ്പും കുടിക്കാൻ ഇത്തിരി കഞ്ഞിയും, അത് മാത്രമേ എനിക്ക്